എല്ലാവർക്കും സ്വാഗതം. ലേണിംഗ് വിത്ത് റീന മിസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും റീന മിസ്സിൻ്റെ സ്വാഗതം. അപ്പോൾ നമ്മൾ 9th സെക്കൻഡ് ക്ലാസ്സാണ്, കെമിസ്ട്രിയാണ്. ഫസ്റ്റ് ക്ലാസ്സിലെടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വായിക്കുക, എല്ലാവരും പഠിക്കുക. അപ്പോൾ നമുക്ക് ഇന്ന് ബാക്കി പോർഷനും കൂടെ എടുത്തേക്കാം അല്ലേ. ഇനി വില്യം ക്രൂക്സിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. നോക്കൂ, വില്യം ക്രൂക്സ് 1832 to 1919 അല്ലേ. In 1875, William Crookes conducted some experiment using a modified form of the gaseous discharge tube which helped in the clarification of the nature of gases. നമ്മൾ ഗേഷ്ലറുടെ നമ്മൾ എന്താ ഇപ്പോൾ പഠിക്കുന്നത് എല്ലാവർക്കും ഓർമ്മ ഉണ്ടോ? നമ്മൾ എന്താ പഠിക്കുന്നത്? ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസിൻ്റെ കണ്ടുപിടുത്തങ്ങൾ എങ്ങനെ വന്നു, അതാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഗേഷ്ലറുടെ ഡിസ്ചാർജ് ട്യൂബ് കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് അല്ലേ, ഗേഷ്ലറുടെ. അപ്പോൾ വില്യം ക്രൂക്സ് ഈ ഗേഷ്ലറുടെ ഡിസ്ചാർജ് ട്യൂബ് ഒന്നുകൂടെ മോഡിഫൈ ചെയ്തതിന് ശേഷം അതിൻ്റെ സഹായത്തോടു കൂടിയാണ് എന്ത് നടത്തിയത്, എക്സ്പെരിമെൻറ്റ് നടത്തിയത്. നേച്ചർ ഓഫ് ഗ്യാസസ്, അത് ഓരോ ഗ്യാസിൻ്റെയും നേച്ചർ അറിയാൻ വേണ്ടി. ദ ചേഞ്ചസ് ഒബ്സർവ്ഡ് ഇൻ കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെൻറ്റ്സ്. ഇപ്പോൾ കാഥോഡ് റേ ട്യൂബ് എന്ന് പറയുന്ന അതിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അദ്ദേഹം അതിൽ നടത്തിയ എക്സ്പെരിമെൻ്റ് വഴി വെൻ പ്രഷർ ഈസ് ഡിക്രീസ്ഡ് ഇൻസൈഡ് ദ ട്യൂബ് ആൻഡ് ദ സ്റ്റഡി ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാഥോഡ് റേസ് ലെഡ് ടു ദീസ് ഫാക്ട്സ്. അപ്പോൾ അദ്ദേഹം ഈ കാഥോഡ് റേ ട്യൂബ് വഴിയാണ് എക്സ്പെരിമെൻറ്റ്സ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ട്യൂബിനുള്ളിലെ, അതായത് പ്രഷർ ഓഫ് ദ ട്യൂബ് ഡിക്രീസ്ഡ് വെരി വെരി ലോ. വെൻ പ്രഷർ ഈസ് ഡിക്രീസ്ഡ് ഇൻസൈഡ് ദ ട്യൂബ്, ആ സമയത്ത് അദ്ദേഹത്തിന് എന്ത് മനസ്സിലായി, അതിനുള്ളിൽ ചില റേസ് ഉണ്ടായി. അത് നമ്മൾ പറയുന്ന പേരാണ് കാഥോഡ് റേസ്. ആൻഡ് ദ സ്റ്റഡി ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാഥോഡ് റേസ് ലെഡ് ടു ദീസ് ഫാക്ട്സ്. അപ്പോൾ താഴെ 1-2 ഫിഗർ കൊടുത്തിട്ടുണ്ട്. കാഥോഡ് റേൻ്റെ ഫിഗറാണ്, കണ്ടോ? ഇത് ഫിഗർ എ, ഇത് ഫിഗർ ബി. കണ്ടോ, ഇവിടെ ഒരു ചെറിയൊരു കളർ കാണാൻ, കണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ കാഥോഡ് റേസ് ആണത്, കാഥോഡ് റേസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഫർദർ സ്റ്റഡീസ് ലെഡ് ടു ദ ഡിസ്കവറി ഓഫ് ഫാക്ട്സ് സച്ച് ആസ് ആറ്റം ക്യാൻ ബി ഡിവൈഡഡ് ആൻഡ് ആറ്റംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് എക്സ്ട്രീംലി മൈന്യൂട്ട് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് സ്മോളർ ദാൻ ആറ്റംസ്. അപ്പോൾ അതായത് ഇതിൽ നിന്ന് എന്താ മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിനുള്ളിലുള്ള കാഥോഡ് റേസ്, ആ കാഥോഡ് റേസ് എന്ന് പറഞ്ഞാൽ ചില പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള ഒരു റേസാണ്. അപ്പോൾ അതിനുള്ളിൽ നിറച്ചിരിക്കുന്ന എന്താണ്, വെരി ലോ പ്രഷറിൽ ഗ്യാസാണ് നിറച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുള്ളിലൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുന്ന സമയത്ത് ചില വേരിയേഷൻസ് അതിനുള്ളിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആറ്റംസ് ക്യാൻ ബി ഡിവൈഡഡ് and atoms are made up of extremely minute subatomic particles. Subatomic എന്ന് പറഞ്ഞാൽ ആറ്റത്തിനെ വീണ്ടും സബാക്കുക, വീണ്ടും ചെറുതാക്കുക ആ പാർട്ടിക്കിൾസ്, ദാറ്റ് ആർ സ്മോളർ ദാൻ ആറ്റംസ്. അപ്പം അങ്ങനെ സബാറ്റോമിക് പാർട്ടിക്കിൾസ് കൊണ്ടാണ് ആറ്റം ഉണ്ടാക്കിയിട്ടുള്ളതെന്നുള്ളത് ഈ തരത്തിലുള്ള എക്സ്പെരിമെൻസിൽ നിന്നും മനസ്സിലായി. ഈ കാഥോഡ് റേസ് ആണ് ഇപ്പോൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നതെന്നറിയാം. പിക്ചർ ട്യൂബ് ഓഫ് TV ആൻഡ് എക്സ്റേ ട്യൂബ് ആർ കാഥോഡ് റേ ട്യൂബ്സ്. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞത്, അതൊക്കെ കാഥോഡ് റേസ് ആണ്. അപ്പോൾ വളരെ ചുരുക്കിയ രീതിയിൽ മാത്രമാണ് കേട്ടോ. അപ്പോൾ കാഥോഡ് റേ എന്ന് നിങ്ങൾ ഓർത്തിരിക്കുന്ന സമയത്ത്, കാഥോഡ് റേ നിങ്ങൾ ആരെ പേരുമായിട്ട് വേണം ഓർക്കാൻ എപ്പോഴും? വില്യം ക്രൂക്സ്, കാഥോഡ് റേസ്. ഓക്കെ, യൂഗൻ ഗോൾസ്റ്റീൻ. അടുത്തത് യൂഗൻ ഗോൾസ്റ്റീൻ ആണ്. ഹി വാസ് ദ സയൻറ്റിസ്റ്റ് ഹു റെക്കഗ്നൈസ്ഡ് ദ പ്രസൻസ് ഓഫ് പോസിറ്റീവ് ചാർജ് ഇൻ ഗ്യാസസ് ബൈ കണ്ടക്ടിങ് ദ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്സ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിസ്ചാർജ് ട്യൂബാണ് താഴെ കൊടുത്തിട്ടുള്ളത്. പെർഫോറേറ്റഡ് കാഥോഡ് എന്ന് പറഞ്ഞാൽ ഒരു ഹോൾസ് ഉള്ള ടൈപ്പ് കാഥോഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ആനോഡ് ഉണ്ട്, കാഥോഡ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് നടത്തുന്ന വഴി ഇദ്ദേഹത്തിന് മനസ്സിലായി പ്രസൻസ് ഓഫ് പോസിറ്റീവ് ചാർജ് ഇൻ ഗ്യാസസ്. ഗ്യാസിൽ എവിടെയോ ഒരു പോസിറ്റീവ് ചാർജിൻ്റെ പ്രസൻസ് അദ്ദേഹത്തിന് മനസ്സിലായി. In 1886 he produced anode rays using discharge tube. അങ്ങനെ ഈ ഡിസ്ചാർജ് ട്യൂബ് വെച്ചിട്ട് അദ്ദേഹം ആനോഡ് റേസ് പ്രൊഡ്യൂസ് ചെയ്തു. ആനോഡ് റേസ് എന്ന് പറഞ്ഞാൽ റേസ് ഒറിജിനേറ്റഡ് ഫ്രം ആനോഡ്.
ആനോഡിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന റേസിനാണ് നമ്മൾ എന്ത് പറയാം, ആനോഡ് റേസ് എന്ന് പറയാം. ഫൗണ്ട് ദ പോസിറ്റീവ് ചാർജ് ബൈ സ്റ്റഡിയിങ് ദ ഫീച്ചേഴ്സ് ഓഫ് ആനോഡ്. അപ്പോൾ ഈ ആനോഡ് റേസിൻ്റെ ഫീച്ചേഴ്സ് അദ്ദേഹം സ്റ്റഡി ചെയ്തപ്പോൾ അതിന് പോസിറ്റീവ് ചാർജ് ആണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. These experiments and results gave too many evidences to oppose Dalton's atomic theory. അപ്പോൾ ഇവർക്കൊക്കെ ഇതിനുള്ളിൽ എന്തോ ചാർജഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ടെന്നുള്ളത് മനസ്സിലായി. അത് ഡാൾട്ടൺ അറ്റോമിക് തിയറിയെ ഓപ്പോസ് ചെയ്യാൻ വലിയൊരു എവിഡൻസ് ആയിരുന്നു. ആരാണ് പോസിറ്റീവ് ചാർജിൻ്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്തത്? യൂഗൻ ഗോൾഡ്സ്റ്റീൻ ആണ് കേട്ടോ, ബൈ യൂസിങ് ഹിസ് ആനോഡ് റേസ് ഡിസ്ചാർജ് ട്യൂബിലുള്ള. ഇനി വില്യം റോൺജൻ ആണ്. ഇത് നിങ്ങൾക്ക് പണ്ടേ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. റോൺജൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ ഓടിയെത്തുന്നത് എന്താണ്? എക്സ്റേ കണ്ടുപിടിച്ചാണ് അല്ലേ. ദി എക്സ്പെരിമെന്റ്സ് കണ്ടക്ടഡ് ബൈ വില്യം റോൺജൻ യൂസിങ് ക്രൂക്കേഴ്സ് ഡിസ്ചാർജ് ട്യൂബ് ലെഡ് ടു ദ ഡിസ്കവറി ഓഫ് എക്സ്റേസ് ഓൺ 8 നവംബർ 1895. ലോകത്തിലെ വലിയ കണ്ടുപിടുത്തങ്ങളിലൊന്നാണ് എക്സ്റേ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇതെങ്ങനെയാണ് വില്യം റോൺജൻ യൂസിങ് ക്രൂക്സ് ഡിസ്ചാർജ് ട്യൂബ്. ഇത് സത്യത്തിൽ എക്സ്റേ കണ്ടുപിടിക്കാൻ വേണ്ടി നടത്തിയൊരു കണ്ടുപിടുത്തമല്ല, അത് ആക്സിഡൻ്റൽ ആയിട്ട് സംഭവിച്ചതാണ്. He placed an aluminum plate on the path of cathode rays. What are cathode rays? Rays originated from cathode. അപ്പോൾ കാഥോഡിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന റേസിൻ്റെ പാത്തിൽ അദ്ദേഹം ഒരു അലുമിനിയം പ്ലേറ്റ് വെച്ചു. ആൻഡ് റിഫ്ലക്റ്റഡ് ദ റേസ്. എന്നിട്ട് ഈ റേസിനെ റിഫ്ലക്റ്റ് ചെയ്യിച്ചു. A special type of rays emerged which were then called X-rays. അപ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള റേസ് എമർജ് ചെയ്തു. അപ്പോൾ അതെന്താണെന്നൊന്നും അന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് അത് എന്ത് പേര് കൊടുത്തു? നമുക്ക് അറിയാത്തൊരു കാര്യത്തിന് നമ്മൾ എപ്പോഴും എന്താ പേര് കൊടുക്കുക? എക്സ് എന്ന് പേര് കൊടുക്കും അല്ലേ. അങ്ങനെയാണ് അതിൻ്റെ എക്സ് പേര് കൊടുത്തത്. ലേറ്റർ ഇറ്റ് കണ്ടിന്യൂഡ് ടു ബി നോൺ ആസ് എക്സ്റേ ഇറ്റ്സെൽഫ്. പിന്നെ അതിനെ എക്സ്റേസ് തന്നെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ തന്നെ പേരിട്ട് വിളിച്ചു. It was an accidental discovery that happened while doing സ്റ്റഡീസ് ഓൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സബ്സ്റ്റൻസ്. അപ്പോൾ ഇത് എക്സ്റേയുടെ പല നമ്മൾ വലിയ വലിയ കണ്ടുപിടുത്തങ്ങളിൽ പലതും ഇങ്ങനെ ഒന്ന് കണ്ടുപിടിക്കുന്നതിൻ്റെ ഇടയിൽ വന്നിട്ടില്ല. അപ്പം നിങ്ങൾക്കറിയാം റേഡിയോ ആക്ടിവിറ്റി അങ്ങനെയൊക്കെയുള്ള വലിയ കണ്ടുപിടുത്തങ്ങൾ പലതും ഇങ്ങനെ ഓരോ വേറുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതിൻ്റെ വഴിയിൽ സംഭവിച്ചിട്ടുള്ള ഓരോന്നാണ്. അതേപോലെ ഒന്നാണ് ഈ എക്സ്റേയുടെ കണ്ടുപിടുത്തം. എക്സ്റേ ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ, നിങ്ങൾക്ക് അറിയാം, മെഡിക്കൽ സയൻസ്, ഇൻഡസ്ട്രി, കൺസ്ട്രക്ഷൻ ഫീൽഡ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എക്സ്റേ ഉപയോഗിക്കുന്നു. ഇനി അടുത്തതാണ് ജെ തോംസൺ, 1856 to 1940. ജെ തോംസൺ ആണ്. ജെ തോംസൺസ് എക്സ്പെരിമെന്റ്സ് ഹെൽപ്ഡ് ഇൻ ചേഞ്ചിങ് ദ ഐഡിയാസ് അബൌട്ട് an atom that existed at that time and in forming new concepts. He proved that the rays originating from the cathode are made up of നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്. അപ്പോൾ കാത്തോഡ് റേസും ആനോഡ് റേസും ഒക്കെ നമ്മൾ കണ്ടുപിടുത്തങ്ങൾ കണ്ടു മനസ്സിലാക്കി അല്ലേ, ഇപ്പോൾ ഓരോ വഴിയിലൂടെ. അപ്പോൾ ഇദ്ദേഹം അത്രയും കാലം ആറ്റത്തിനെ കുറിച്ചുണ്ടായിരുന്ന ഐഡിയാസ് ഒക്കെ ചേഞ്ച് ചെയ്യുന്ന തരത്തിൽ പല പല പുതിയ കൺസെപ്റ്റ്സും കൊണ്ടുവന്നു. He proved that the rays originated from cathode are made up of നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്. അപ്പോൾ കാഥോഡ് റേസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ ആ കാഥോഡ് റേസ് എന്ന് പറയുന്നതിന് എന്താണ് ചാർജ്? നെഗറ്റീവ്ലി ചാർജുള്ള പാർട്ടിക്കിൾസ് ആണ് അവിടെ നിന്ന് ഇങ്ങനെ ഒറിജിനേറ്റ് ചെയ്യുന്നത്. He also made it clear that these particles possess mass and energy. അപ്പോൾ ഈ കാഥോഡിൽ നിന്നും ഇങ്ങനെ പോകുന്ന റേസിന് പോസിറ്റീവ് ചാർജ് ഇങ്ങനെ മെയ്ഡ് അപ്പ് ഓഫ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് മാത്രമല്ല, ദേ പോസസ് മാസ് ആൻഡ് എനർജി. അവർക്ക് മാസും ഉണ്ട് എനർജിയും ഉണ്ട്. അപ്പോൾ മാസും എനർജിയുമുള്ള നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ വിച്ച് ആർ ഒറിജിനേറ്റിംഗ് ഫ്രം കാഥോഡ് ആർ കോൾഡ് ആസ് കാഥോഡ് റേസ്. When an electric discharge was passed, all the gases gave the same negative particles irrespective of the nature of the gas. ഇപ്പോൾ ഗ്യാസ് ഏതോ ആയിക്കോട്ടെ, ഏത് ഗ്യാസ് തന്നെ നമ്മൾ എടുത്താലും ആ ഗ്യാസിലൂടെ ഇലക്ട്രിക് ഡിസ്ചാർജ് നടക്കുന്ന സമയത്ത് അവയെല്ലാം എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? നെഗറ്റീവ് പാർട്ടിക്കിൾസിനെ പ്രൊഡ്യൂസ് ചെയ്യും. മനസ്സിലായോ? ഏത് ഗ്യാസ് ആണെങ്കിലും. Hence he substantiated that these particles are common to all substance. അപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കിയെന്നറിയോ? ഇലക്ട്രിക് ഡിസ്ചാർജ് നടക്കുന്ന സമയത്ത്
നമ്മളെടുക്കുന്ന സബ്സ്റ്റൻസുകൾ എന്തായി മാറുന്നുണ്ട്? അവ നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഹി പ്രൂവ്ഡ് ദാറ്റ് ദേ ആർ മച്ച് സ്മോളർ പാർട്ടിക്കിൾസ് ദാൻ ആറ്റം. അപ്പോൾ അത് ആറ്റത്തിനേക്കാളും സ്മോളർ ആയിട്ടുള്ള പാർട്ടിക്കിൾസുമാണ് ആൻഡ് ആർ പാർട്ട് ഓഫ്, എന്നാൽ ആറ്റത്തിൻ്റെ ഒരു ഭാഗവുമാണെന്ന് അദ്ദേഹം അതിൽ നിന്നും മനസ്സിലാക്കി. He proved that they are much smaller particles than the atoms and are part of atoms. അത് അദ്ദേഹം പ്രൂവ് ചെയ്തു. എന്താ പ്രൂവ് ചെയ്തത്? ഈ നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് മാസ് ഉണ്ട്, എനർജി ഉണ്ട്. In 1897, the scientific world approved the discoveries of J.J. Thomson. അപ്പോൾ സയൻറ്റിഫിക് വേൾഡ് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തത്തെ അപ്രൂവ് ചെയ്തു. Thus it is proved that an atom can be divided. അങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു ആറ്റത്തെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് സയൻറ്റിഫിക്കലി നമ്മളെ ശാസ്ത്ര ലോകം അംഗീകരിച്ചത്. ദ നെഗറ്റീവ് ചാർജ്, അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ ഇവിടെ അദ്ദേഹം പറഞ്ഞു എന്തായിരുന്നു? ഇലക്ട്രിക് ഡിസ്ചാർജ് നടക്കുന്ന സമയത്ത് ഏത് സബ്സ്റ്റൻസ് ആണെങ്കിലും അത് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? നെഗറ്റീവ് പാർട്ടിക്കിളിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നല്ലേ. ദ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ ദ ആറ്റം ഈസ് ഇലക്ട്രോൺ. ആ പാർട്ടിക്കിളിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ഇലക്ട്രോൺ. അപ്പോൾ ഇലക്ട്രോൺ ആരാണ് കണ്ടുപിടിച്ചത്? J.J. തോംസൺ. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ, റൂദർഫോർഡ് ആണ്. ഇപ്പം നമ്മൾ അടുത്തേക്ക് വരികയാണ്. ആറ്റത്തിലുള്ള പാർട്ടിക്കിൾസിനെ കുറിച്ചുള്ള പഠനം കുറേ കൂടെ അടുത്തോട്ട് വരികയാണ്. നോക്കൂ, റൂദർഫോർഡ് 1871 to 1937 ആണ്. The discovery of electron energized the search of other particles in an atom. അപ്പോൾ നിങ്ങൾക്ക് ഊഹിച്ചാൽ തന്നെ അറിയാം, an atom contains a negatively charged particle എന്ന് പറഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ എന്തുണ്ടാവും? ഒരു പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ ഉണ്ടാവില്ലേ? കാരണം ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ആറ്റത്തിൽ എന്തില്ല? ആറ്റത്തിന് ചാർജ് ഇല്ല. ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. അപ്പോൾ ഒരു നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആറ്റം കണ്ടെയ്ൻ എ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ അല്ലേ? Even though the presence of positive charge in substance has been identified earlier, it is Rutherford who proved it authentically. He conducted experiments by passing positively charged alpha particles through a very thin gold foil. അപ്പോൾ റൂദർഫോർഡ് എന്ത് എക്സ്പെരിമെൻ്റ് ആണ് നടത്തിയത്? ഹി കണ്ടക്റ്റഡ് എക്സ്പെരിമെൻറ്റ്സ് ബൈ പാസിംഗ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആൽഫ പാർട്ടിക്കിൾസ് ത്രൂ എ വെരി തിൻ ഗോൾഡ് ഫോയിൽ. വളരെ തിന്നായിട്ടുള്ള ഗോൾഡ് ഫോയിലൂടെ അദ്ദേഹം എന്ത് കടത്തി വിട്ടു എന്നറിയോ? പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ആൽഫ പാർട്ടിക്കിൾസിനെ അദ്ദേഹം കടത്തിവിട്ടു. The alpha rays that come out through the gold foil were allowed to fall on a circular photographic film. He made some inferences by analyzing the observation. But he conducted experiments by passing positively charged alpha particle through a very thin gold foil. The alpha rays that come out through the gold foil were allowed to fall on a circular photographic film. He made some inferences by analyzing the observation. He substantiated that the major portion of an atom is empty. അപ്പോൾ അദ്ദേഹത്തിന് അതിനെന്താ മനസ്സിലായെന്നറിയോ? ഈ ഇൻഫറൻസിൽ നിന്നും അദ്ദേഹം മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ മേജർ പോർഷനും എംപ്റ്റി ആണ്, ഒന്നുമില്ല ആറ്റത്തിൻ്റെ ഉള്ളിൽ. And there is smaller part inside the atom where all the positive charge is concentrated. ഇനി വളരെ ചെറിയൊരു പോർഷൻ ഉണ്ട് ഒരു ആറ്റത്തിനുള്ളിൽ. അവിടെയാണ് ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജ് മൊത്തമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ പോർഷൻ ഉണ്ട്. ഇപ്പോൾ ആറ്റത്തിനുള്ളിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ആറ്റത്തിനെ നിങ്ങൾ പിക്ചറൈസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ സർക്കുലർ ഇതിൽ നമ്മൾ പിക്ചറൈസ് ചെയ്യുകയാണെങ്കിൽ മേജർ പോർഷൻ ഓഫ് ദ ആറ്റം എന്ന് പറയുന്നത് എംപ്റ്റി ആണ്. അപ്പോൾ വളരെ ചെറിയൊരു പോർഷനിൽ മാത്രം അതിൻ്റെ എന്തുണ്ട്? പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന വളരെ ചെറിയൊരു പോർഷൻ ആറ്റത്തിനുള്ളിലുണ്ട്. ദിസ് സെൻട്രൽ റീജിയൻ ഓഫ് എൻ ആറ്റം ഈസ് കോൾഡ് ന്യൂക്ലിയസ്. ഈ സെൻട്രൽ റീജിയനെ നമ്മൾ പറയുന്ന പേരാണ്, അദ്ദേഹം പറഞ്ഞ പേരാണ് ന്യൂക്ലിയസ് എന്നുള്ളത്. മനസ്സിലായോ?
In 1911, the scientific world recognized the presence of a positively charged center in an atom. അങ്ങനെ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെയാണ് കേട്ടോ 1911 the scientific world recognized the presence of a positively charged center in an atom. അങ്ങനെ സയൻറ്റിഫിക് വേൾഡ് തിരിച്ചറിഞ്ഞു ആറ്റത്തിനുള്ളിൽ പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോർഷനുണ്ട്, ഒരു ഭാഗമുണ്ട്. This central region of an atom is called nucleus. ഈ central regionനെ പറയുന്ന പേരാണെന്ത്? ന്യൂക്ലിയസ്. In 1911, the scientific world recognized the presence of a positively charged center in an atom. On the basis of his further experiments in 1920, it was proved that particles that were responsible for the positive charge are protons. അങ്ങനെ ഈ 1920-ൽ ഈ പോസിറ്റീവ് ചാർജിന് കാരണമായിട്ടുള്ള പാർട്ടിക്കിളിനെ തിരിച്ചറിഞ്ഞു. ഏതാണ് ആ പാർട്ടിക്കിൾ? ദേ ആർ കോൾഡ് ആസ് പ്രോട്ടോൺസ്. സോ പ്രോട്ടോൺസ് ആർ വിത്ത് പാർട്ടിക്കിൾസ് വിത്ത് പോസിറ്റീവ് ചാർജ്. ഇറ്റ്സ് ചാർജ് വാസ് ഫൗണ്ട് ടു ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് എൻ ഇലക്ട്രോൺ. ഈ പ്രോട്ടോൺ എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചാർജുള്ള പാർട്ടിക്കിളാണ്. ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജാണ്. നമ്മൾ കണ്ടുപിടിച്ച ജെ തോമസൺ ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ന്യൂക്ലിയസും പോസിറ്റീവ് ചാർജും തിരിച്ചറിഞ്ഞത് ആരാണ്? റൂദർഫോർഡ് ആണ്. ഇറ്റ്സ് ചാർജ് വാസ് ഫൗണ്ട് ടു ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ഇൻ ദ ഈക്വൽ എന്ന് പറഞ്ഞപ്പോൾ 2+, രണ്ട് പ്ലസ് ആണെങ്കിൽ ഇവിടെ 2 മൈനസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫൗണ്ട് അതാണ് ചാർജ് വാസ് ഫൗണ്ട് ടു ബി ഈക്വൽ എന്ന് പറഞ്ഞു കേട്ടോ. ആൻഡ് പോസിറ്റീവും നെഗറ്റീവുമാണ്, പക്ഷെ വാല്യൂ എപ്പോഴും ഈക്വൽ ആയിരിക്കും. It is determined that the mass of a proton is equal to mass of a hydrogen atom. അപ്പോൾ സാധാരണ നമ്മൾ പറയുന്നത് പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് ഈക്വൽ ആണ് എന്നാണ് പറയാം. Along with that, he also predicted the presence of a chargeless particle in the nucleus. അപ്പോൾ അദ്ദേഹം വീണ്ടും പ്രെഡിക്റ്റ് ചെയ്തതാണ് കേട്ടോ, പ്രവചിക്കുകയാണ് ചെയ്തത്. അതായത് ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോൺസ് മാത്രമല്ല, അതിനുള്ളിൽ ചാർജ്ലെസ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾ കൂടി ഉണ്ടെന്ന് ഇദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്തു. അദ്ദേഹം പക്ഷെ അത് കണ്ടെത്തിയിട്ടില്ല. മനസ്സിലായോ? ഇതാണ് ഗോൾഡ് ഫോയിലിൻ്റെ എക്സ്പെരിമെൻറ്റ്. നോക്കൂ, ഗോൾഡ് ഫോയിൽ ഇപ്പോൾ കണ്ടോ, ഇവിടുന്ന് പിന്നെ ആൽഫ റേസിനെ പറഞ്ഞു വിടുകയാണ്. ഇപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് എന്താ മനസ്സിലായത്? ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ആൽഫ റേസിനെ ഗോൾഡ് ഫോയിലിലൂടെ കടത്തി വിടുകയാണ്. അപ്പോൾ ഇതിൽ നിന്നും പല ഇൻഫറൻസുകളും വരും. അപ്പോൾ അതറിയാൻ വേണ്ടി ഒരു സർക്കുലർ ഷേപ്പിലൊരു ഫോട്ടോഗ്രാഫിക് ഫിലിം വെച്ചിരിക്കുകയാണ്. മനസ്സിലായോ? ഇതിൻ്റെ ഇൻഫറൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഈ ആൽഫ റേസ് പാസ് ചെയ്യുന്ന സമയത്ത് കുറേ ആൽഫ റേസ് ഇങ്ങനെ പോകുന്നു അല്ലേ? ചില ആൽഫ റേസ് ഒക്കെ തിരിച്ചു വരികയാണ്, തട്ടിയിട്ട് തിരിച്ചു വരികയാണ്. കണ്ടോ, ഇതൊക്കെ തിരിച്ചു വരുന്നത് ചിലതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗോൾഡ് ഫോയിലൂടെ. ചിലതൊക്കെ ഇങ്ങനെ നേരെ പാസ് ചെയ്യേണ്ട യാതൊരു ചേഞ്ചും ഇല്ലാതെ, ചിലത് ചെറിയ ഡീവിയേഷൻ കാണിക്കുന്നുണ്ട്, ചിലതൊക്കെ അതേപോലെ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നുണ്ട് അല്ലേ? നമുക്ക് 3 തരത്തിലുള്ള ഒബ്സർവേഷനാണ് ഇവിടുന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തൊക്കെയാണ് 3 തരത്തിലുള്ള ഒബ്സർവേഷൻ എന്നറിയോ? ഒന്ന്, സം ഓഫ് ദ ആൽഫ റേസ് പാസ് ടു ദ ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡീവിയേഷൻ. അതിൽ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? വിത്തൗട്ട് എനി ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിരുന്നു മനസ്സിലാക്കേണ്ട കാര്യം? മോസ്റ്റ് ഓഫ് ദ പാർട്ട് ഓഫ് ദ ആറ്റം ഈസ് എം ടി അല്ലേ? എം ടി ആണ്, ഒന്നുമില്ല, നേരെ അങ്ങോട്ട് പോകുന്നു. ആൽഫ റേസ് പോസിറ്റീവ് ചാർജ് ആണേ, അപ്പോൾ നേരെ പോകുന്നൊരു കുഴപ്പമില്ല. ചിലതിന് ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഡീവിയേഷൻ വരുന്നത്? പോയ പാത്തിലല്ലാതെ ഡീവിയേറ്റ് ചെയ്യുന്നതിന് കാരണം എന്താണ്? അവിടെ റിപ്പൾഷന് കാരണമായിട്ട് എന്തോ ഒന്നുണ്ട്. ബിക്കോസ് ആൽഫ റേസ് ഹാവ് പോസിറ്റീവ് ചാർജ്. അവർ റിപ്പൽ ചെയ്യണമെങ്കിൽ പോസിറ്റീവ് ചാർജുള്ള എന്തോ ഒന്ന് അതിനിടയ്ക്കുണ്ട്. മനസ്സിലായോ? ചിലരൊക്കെ ഡീവിയേറ്റ് ചെയ്ത് കണ്ടോ, ഇവിടെ ഡീവിയേറ്റ് ചെയ്ത് പോവാണ്, ഇതൊക്കെ ഡീവിയേറ്റ് ചെയ്ത് പോവാണ്. സെക്കൻഡ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡീവിയേഷന് കാരണം ദർ മേ ബി സം പോസിറ്റീവ് ചാർജ് ഇൻസൈഡ് ദ ആറ്റം. ഇനി അതിനെ ഒന്നുകൂടെ പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളാണ് സം ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് റിഫ്ലക്റ്റഡ് ബാക്ക് അല്ലെങ്കിൽ റിട്ടേൺ ബാക്ക്. അവർ തിരിച്ചു വരികയാണ്, തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് വരികയാണ്, തിരിച്ചു പോകും. അതിൻ്റെ അർത്ഥം എന്താണ്? ആൽഫ റേസ് ഒന്നിൽ തട്ടി തിരിച്ചു വരണമെങ്കിൽ എന്താ അതിനർത്ഥം? അവിടെ മാസീവായിട്ടുള്ളൊരു ഭാഗമുണ്ട് അല്ലേ? മാസീവായിട്ടുള്ളൊരു ഭാഗമുള്ളത് കൊണ്ടാണല്ലോ തട്ടി തിരിച്ചു വരുന്നത്. ഇപ്പം നിങ്ങൾ ബോളൊക്കെ എടുത്തിട്ട്
ചുമരിലോട്ട് എറിയുമ്പോൾ അത് അവിടെ തട്ടി തിരിച്ചു വരില്ലേ. അപ്പോൾ മാസീവായിട്ടുള്ളൊരു പാർട്ടിൽ തട്ടുമ്പോഴാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ എന്ത് മനസ്സിലാക്കിയത്? മോസ്റ്റ് ഓഫ് ദ പാർട്ട് ഓഫ് ദി ആറ്റം ഈസ് എംപ്റ്റി. ദർ മേ ബി എ പോസിറ്റീവ് ചാർജ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദി ആറ്റം. പോസിറ്റീവ് ചാർജ് ഹാവ് മാസ്. അപ്പോൾ ഇതൊക്കെയാണ് ഓൾമോസ്റ്റ് ഇതിൻ്റെ ഇൻഫറൻസുകൾ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് റൂദർഫോർഡിൻ്റെ കാര്യങ്ങൾ. ഇനി ഒരു ഇത് കൂടെ പറയാനുണ്ട്. ജെയിംസ് ചാഡ്വിക് ആണ് 1891 to 1974. ജെയിംസ് ചാഡ്വിക് ലേൺഡ് ആൻഡ് കണ്ടക്ടഡ് എക്സ്പെരിമെൻറ്റ്സ് അണ്ടർ ദ ഗൈഡൻസ് ഓഫ് റൂദർഫോർഡ്. അപ്പോൾ ഇദ്ദേഹം റൂദർഫോർഡിൻ്റെ ഗൈഡൻസിലാണ് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്തിയിരുന്നത്. ഇൻ 1932 ഹി പ്രൂവ്ഡ് സയൻറ്റിഫിക്കലി ദാറ്റ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ഓഫ് എൻ ആറ്റം ദർ ആർ ന്യൂട്രൽ പാർട്ടിക്കിൾസ്. ഇപ്പോൾ റൂദർഫോർഡിനെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത്? ദർ മേ ബി എ ന്യൂട്രൽ പാർട്ടിക്കിൾ എന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടില്ലെങ്കിലും പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ജെയിംസ് ചാഡ്വിക് അത് പ്രൂവ് ചെയ്തു സയൻറ്റിഫിക്കലി. ദർ മേ ബി എ ന്യൂട്രൽ പാർട്ടിക്കിൾ ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ഓഫ് ദി ആറ്റം ഹാവിങ് മാസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് പ്രോട്ടോൺസ്. അതിൻ്റെ മാസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു ദാറ്റ് ഓഫ് പ്രോട്ടോൺസ് ആണ്. ദിസ് ചാർജ്ലെസ് പാർട്ടിക്കിൾ ഈസ് ന്യൂട്രോൺ. അദ്ദേഹം അതിന് എന്ത് പേരിട്ട് വിളിച്ചു? ന്യൂട്രോൺ എന്ന് പേര്. ന്യൂട്രോൺ മീൻസ് ന്യൂട്രൽ ചാർജ്. The total mass of an atom is concentrated in the nucleus because the particles, protons and neutrons that possess mass are in the nucleus. ഇപ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. എന്തൊക്കെയാണ്? Atom contains negatively charged particle electrons. ആരാണ്? Who proved that? It is proved by J.J. Thomson അല്ലേ. Then atom contains positively charged protons. And inside the atom there is a massive part and it is called as nucleus or with positive charge. Then ഇപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? ടോട്ടൽ മാസ് ഓഫ് എൻ ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ ദ ന്യൂക്ലിയസ്. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്? അതിൻ്റെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ന്യൂക്ലിയസിലാണ്. കാരണം എന്താണ്? ബിക്കോസ് ദ പാർട്ടിക്കിൾസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്, പ്രോട്ടോൺസിനും ന്യൂട്രോൺസിനുമാണ് മാസ് ഉള്ളത്. ആ മാസുള്ള പ്രോട്ടോൺസും ന്യൂട്രോൺസും എവിടെയാണ് ഇരിക്കുന്നത്? ന്യൂക്ലിയസിലാണ്. അതുകൊണ്ട് ന്യൂക്ലിയസിന് മാസ് ഉണ്ട്. മനസ്സിലായോ? ദ ടോട്ടൽ മാസ് ഓഫ് ആൻ ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ ദ ന്യൂക്ലിയസ് because the particles, protons and neutrons that possess mass are in the nucleus. Then നോക്കൂ, atoms of all elements are made up of particles, namely electron, proton and neutron. അപ്പോൾ 3 വെച്ചിട്ടാണ് എല്ലാ എലമെന്റ്സിലെയും ആറ്റംസിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. The difference in the number of these particles make an element different from that of others. അപ്പോൾ ഓരോന്നിലെയും പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ഒക്കെ എണ്ണം മാറുന്നതിനനുസരിച്ചാണ് എലമെൻറ്റ് മാറുന്നത്. അതായത് ഇപ്പോൾ ഓക്സിജനിലുള്ള ഇലക്ട്രോൺ അല്ല, എണ്ണമല്ല നൈട്രജനുള്ളത്, അതല്ല കാർബണിലുള്ളത്. അപ്പോൾ ആറ്റംസ് മാറുന്നതിനനുസരിച്ച് ആറ്റത്തിലെ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ നമ്പർ മാറുന്നതിനനുസരിച്ച് ആറ്റംസ് മാറും, അങ്ങനെ എലമെൻറ്റ്സ് മാറും. ഇനി ഓരോന്നിൻ്റെ ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രോണിൻ്റെ ഫീച്ചർ നമ്മൾ പഠിച്ചു, നെഗറ്റീവ് ചാർജ് ആണ്. പ്രോട്ടോൺ ആണെങ്കിൽ പോസിറ്റീവ്, ന്യൂട്രോൺ ചാർജ്ലെസ്, ചാർജ് ഇല്ല. ഇലക്ട്രോണിൻ്റെ മാസം വളരെ കുറവാണ്, വെരി ലെസ്, നെഗ്ലിജിബിൾ എന്ന് പറയുന്നത്, നമുക്കിതിനെ കൂട്ടാൻ പറ്റില്ല. അതായത് നമ്മൾ പറഞ്ഞു പ്രോട്ടോണിൻ്റെ മാസ് ഈക്വൽ ടു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസാന്ന് പറഞ്ഞു അല്ലേ. അതിൻ്റെ 1/1837, അതായത് ഇത്രയും ഒരു ഹൈഡ്രജൻ ആറ്റത്തെ 1837 പാർട്ടാക്കിയാൽ അതിൽ ഒരു പാർട്ടിന് അത്ര മാസേ ഉള്ളൂ. ആർക്ക്? ഇലക്ട്രോണിനുള്ളൂ. സോ ഇറ്റ് ഈസ് വെരി നെഗ്ലിജിബിൾ. ദെൻ പ്രോട്ടോണിൻ്റെ മാസ് നമ്മൾ പറഞ്ഞു, മാസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ന്യൂട്രോൺ സെയിം ആണ്, മാസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. അടുത്ത് നോക്കൂ, ഇലക്ട്രോൺ എവിടെയാണ് കാണുന്നത്? സീൻ ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ പുറത്താണ് കാണുന്നത് ഇലക്ട്രോൺ അല്ലേ. പുറത്ത് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇറ്റ് ഈസ് പുറത്താണത്. പ്രോട്ടോൺ ആണെങ്കിൽ ഓഫ് സീൻ ഇൻസൈഡ് ദ ന്യൂക്ലിയസ്, ന്യൂട്രോൺ ഓൾസോ സീൻ ഇൻ ദ ന്യൂക്ലിയസ്. പ്രോട്ടോൺസും ന്യൂട്രോൺസും ന്യൂക്ലിയസിലാണ്, എന്നാൽ ഇലക്ട്രോൺ അതിൻ്റെ പുറത്താണ് കാണുന്നത്. മനസ്സിലായി? ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, ഞാൻ അടുത്ത ക്ലാസ്സിൽ അത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ തൽക്കാലം ഇപ്പം ഞാൻ നിർത്തുകയാണ്. ബൈ ബൈ.